ഒഡീഷയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണ് അലൻ രാജ് സിൻഡിക്കേറ്റിനെ കൊടുക്കാൻ വേണ്ടി പോലീസ് നടത്തിയ ഓപ്പറേഷൻ. കോരാപ്പുട്ട് പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ റെയ്ഡ് നടന്നത്. എന്താണ് പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം? വനത്തിൽ രക്ഷപ്പെട്ട അലനെയും സംഘത്തെയും മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിന് ഒടുവിലാണ് കുടുക്കിയത്. ആന്ധ്ര മേഖലയിൽ നിന്ന് പരജപടപാത വനമേഖലയിലേക്ക് കഞ്ചാവ് സിൻഡിക്കേറ്റ് താവളം മാറിയെന്ന വിവരം ലഭിച്ചതു മുതൽ ഒഡീഷ പോലീസ് ജാഗ്രതയിലായി. ആദിവാസികളിൽ നിന്ന് ലഭിച്ച രഹസ്യവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പദ്ധതി ആസൂത്രണം ചെയ്തു. ഘോരവനത്തിനുള്ളിൽ ജലാശയത്തിന് നടുവിലെ ദ്വീപിലാണ് അലൻ സിൻഡിക്കേറ്റ് ഹെറോയിൻ നിർമ്മാണ ലാബ് ആരംഭിച്ചത്. ബോട്ടുകളിൽ ദ്വീപിന്റെ പല ഭാഗങ്ങൾ പോലീസ് വളഞ്ഞു. ഓപ്പറേഷൻ മനസ്സിലാക്കിയ അലനും സംഘവും വനത്തിലേക്ക് കടന്നു. സിൻഡിക്കേറ്റിന്റെ ക്യാമ്പിലെത്തിയ പോലീസ് അവിടുത്തെ സജ്ജീകരണം കണ്ട് ഞെട്ടി. 2000-ഓളം ലിറ്റർ ഹെറോയിൻ കന്നാസുകളിൽ നിറച്ചുവെച്ചിരിക്കുന്നു. ലഹരി വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന വസ്തു. ഉണങ്ങിയ കഞ്ചാവ് കെട്ട് 1000 കിലോയിലധികം. മൊത്തം 300 കോടിയുടെ വസ്തുക്കൾ. 28 kV ഹോണ്ട ജനറേറ്ററാണ് ലാബിന്റെ പ്രവർത്തനത്തിനായി ഉപയോഗിച്ചത്. ഇൻഡക്ഷൻ കുക്കറും പ്രഷർ കുക്കറും ഉപയോഗിച്ചായിരുന്നു ഹെറോയിൻ കഞ്ചാവിൽ നിന്ന് വാറ്റിയെടുക്കുന്നത്. അവിടെ നിന്ന് അലന്റെ സഹായി ഒഡീഷ സ്വദേശി ലക്ഷ്മൺ ഖിലെ പിടികൂടി. തുടർന്ന് വനത്തിൽ 30 മണിക്കൂർ നീണ്ട തിരച്ചിലിനും ഏറ്റുമുട്ടലിനും ശേഷം അലൻ രാജും സംഘവും കുടുങ്ങി. അലന്റെ സഹായികളും തിരുവനന്തപുരം സ്വദേശികളുമായ കിരൺ, ആനന്ദ്രാജ്, ബിത്തു എന്നിവരും ഒഡീഷ സ്വദേശി സാധു പങ്കുവുമാണ് പിടിയിലായത്. അലന്റെ വിവരങ്ങൾ തേടി കഴിഞ്ഞ ദിവസം ഒഡീഷ പോലീസ് തിരുവനന്തപുരത്തെത്തിയപ്പോഴാണ് കഞ്ചാവ് രാജാവ് അകത്തായ വിവരം കേരളം അറിയുന്നത്. അലൻ കുടുങ്ങിയതോടെ കേരളത്തിലേക്കുള്ള കഞ്ചാവ് കടത്തിന് കുറച്ചു കാലത്തേക്ക് അറുതി വരുമെന്നാണ് എക്സൈസ് കേന്ദ്രങ്ങൾ പറയുന്നത്. വലിയൊരു ഓപ്പറേഷനാണ് ഒഡീഷ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അനന്തൻ, ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ കേരള പോലീസിന് ഒഡീഷ പോലീസ് നൽകിയിരിക്കുന്നത്? ഇങ്ങനെയൊരു വലിയ ഓപ്പറേഷനിലേക്ക് ഒഡീഷ പോലീസിനെ എത്തിച്ച വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഒഡീഷ പോലീസും ഔദ്യോഗികമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ? രതീഷ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആന്ധ്ര, ഒഡീഷ പോലീസും അതുപോലെ തന്നെ അവിടുത്തെ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡും ഒപ്പം തന്നെ നക്സൽ വിരുദ്ധ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും ഒക്കെ സംയുക്തമായി കഴിഞ്ഞ കുറേ കാലമായി ചില ഓപ്പറേഷൻസിൽ പങ്കെടുക്കുകയായിരുന്നു. കാരണം ഈ ആന്ധ്ര, ഒഡീഷ ഫോറസ്റ്റ് ബെൽറ്റിൽ ഈ നക്സൽ കഞ്ചാവ് മാഫിയ ബന്ധമുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ അവർക്കുണ്ടായിരുന്നു. പിന്നീട് കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ വലിയ തോതിൽ നക്സലുകൾ കീഴടങ്ങുകയും ഏറ്റുമുട്ടലുകൾ കൊല്ലപ്പെടുകയും ചെയ്തതോടുകൂടി ഈ കഞ്ചാവ് മാഫിയയുടെ കവർ കുറയുകയായിരുന്നു. അങ്ങനെയാണ് അവർ ഒഡീഷ മേഖലയിലേക്ക് കടന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇത്രയും വലിയൊരു നാർക്കോട്ടിക് വേട്ടയ്ക്ക് വേണ്ടി ഒഡീഷ പോലീസും തയ്യാറായത്. മാത്രമല്ല, ഈ അലൻ ജയരാജ് പിടിയിലായ ശേഷം അയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ തേടാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് ഒരു ഒഡീഷയിലെ IPS ഓഫീസറാണ് നേരിട്ട് വന്നത്. IPS ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അവർ ഇവിടെ സിറ്റി പോലീസിന്റെ പക്കൽ നിന്നും സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പക്കൽ നിന്നുമൊക്കെ വിവരങ്ങൾ തേടി. പക്ഷേ അവർ ഈ കഞ്ചാവ് കേസിൽ പിടിച്ചു എന്ന് പറയുമ്പോഴും മറ്റെന്തൊക്കെയോ കേസുകളും ഇടപാടുകളും അയാളുടെ പേരിൽ ഉണ്ട്. അത് ഇൻവെസ്റ്റിഗേഷനിലാണ്. അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ കേരള പോലീസിനോടോ എക്സൈസിനോടോ പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഏതായാലും നമ്മളുടെ പോലീസും ഒഡീഷയിൽ ബന്ധപ്പെടുന്നുണ്ട് അയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരം. കാരണം ഇവിടേക്ക് വന്ന ഒരുപാട് കേസുകളിൽ അയാൾക്ക് ലിങ്കുണ്ട്. മിക്കവാറും ഇവിടെ 100 കിലോയ്ക്ക് മുകളിൽ പിടിച്ചിട്ടുള്ള കഞ്ചാവിൻ്റെ എല്ലാം ഇടപാട് അലൻ സംഘത്തിനായിരുന്നു. അപ്പോൾ അത് ഈ പിടിക്കപ്പെടുന്നവരെല്ലാം അലൻ്റെ പേരാണ് പറയുന്നത്. മാത്രമല്ല, അലനെ അവരവിടെ കാട്ടിനുള്ളിൽ നേരിട്ട് മീറ്റ് ചെയ്തിട്ടാണ് ഈ കഞ്ചാവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ ഒരിക്കലും അയാൾ പുറത്തേക്ക് വന്നില്ല. അതുകൊണ്ടാണ് കേരള പോലീസിനും എക്സൈസിനൊന്നും അയാളെ പിടികൂടാൻ ഇത്രയും കാലം കഴിയാതിരുന്നത്. ഏതായാലും ഇനിയിപ്പോൾ അവിടെ നിന്ന് കഞ്ചാവ് കടത്ത് കുറയും എന്നുള്ളതാണ് ഇപ്പോൾ അവർ പോലീസിനും എക്സൈസിനും ഒക്കെ ഒരു ആശ്വാസമായുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. പ്രതീക്ഷ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നു. ഒഡീഷയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കഞ്ചാവ് വേട്ടയാണ്. രാജ്യത്ത് തന്നെ വലിയ കഞ്ചാവ് വേട്ടകളിലൊന്നാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി അലൻ രാജ് തിരുവനന്തപുരംകാരനാണ്, മലയാളിയാണ്. കേരള പോലീസും അന്വേഷിക്കുന്ന ആളായിരുന്നു. അതിൻ്റെ ഇടയിലാണ് വലിയ ഓപ്പറേഷനിലൂടെ ഒഡീഷ പോലീസ് ഇയാളെയും സംഘത്തെയും കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. ആർ. അനന്തകൃഷ്ണനാണ് വിശദമായി വിവരങ്ങൾ നൽകിയത്.